ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും അൻസിബ ഹസനും ലക്ഷ്മി പ്രിയയും നിറഞ്ഞു നിൽക്കുന്ന അമ്മയുടെ വേദി ഒരു നടിക്ക് തിലോദകമർപ്പിക്കണം. അത് നടി ശോഭയാണ്. ഈ താരങ്ങളൊക്കെ സിനിമയിലേക്ക് വരും മുൻപ് മൺമറഞ്ഞ താരമാണ്. സിനിമയുടെ ആണധികാരത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ചിറകറ്റ രക്തസാക്ഷിയാണ്. 17-ാം വയസ്സിൽ ദേശീയ പുരസ്കാരം നേടിയ നടിയാണ് 18 തികയും മുൻപ് ഈ ലോകം വിട്ടുപോയത്. പ്രായപൂർത്തിയാകും മുൻപേ ശോഭയ്ക്ക് ഒരു ജന്മത്തേക്കുള്ള വേദന നൽകിയതാണ് ആണുവാഴുന്ന ചലച്ചിത്ര സെറ്റുകൾ. ഈ 4 പേർ പിന്നെയൊരാൾക്കു വേണ്ടി ശബ്ദിക്കണമെങ്കിൽ അത് ആക്രമിക്കപ്പെട്ട നടുക്കു വേണ്ടിയാണ്. ഇരയ്ക്കൊപ്പം കരച്ചിൽ അഭിനയിച്ചും വേട്ടക്കാരനൊപ്പം അകമ്പടിയായി ഓടിയും ഡബിൾ ആക്ടിലായിരുന്നു താരസംഘടന. അവൾക്കും അവനും ഒരേ സമയം പ്രാർത്ഥിക്കുകയായിരുന്നു വിശ്വാസികളായ താരങ്ങൾ. ആ കേസിലെ വിധി വരാൻ പോവുകയാണ്. വനിതകളുടെ നേതൃത്വത്തിൽ എടുക്കുന്ന നിലപാട് ഏതായാലും സ്ത്രീവിരുദ്ധമാകില്ല എന്ന് കരുതാം. പ്രതിക്ക് വേണ്ടി നഖശിഖാന്തം പോരടിച്ചതുപോലുള്ള വാർത്താ സമ്മേളനങ്ങളും ഇനിയുണ്ടായേക്കില്ല. ഏതായാലും നീതി ലഭിക്കേണ്ടത് സംഘടനയിൽ നിന്നല്ല, കോടതിയിൽ നിന്നാണ്. ആ വിധി എന്തായാലും താരസംഘടനയുടെ അടിവാരം മുതലുള്ള ഇളക്കി പ്രതിഷ്ഠയ്ക്ക് കാരണമാകാം.